ഹായ് ആൾ ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റെയിൽവേ റിക്രൂട്ട്മെന്റിൽ ഗ്രൂപ്പ് ഡി എക്സാമിനേഷനോട് ബന്ധപ്പെട്ട പ്രധാന അപ്ഡേറ്റുമായിട്ടാണ്. നമുക്കറിയാം ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻ റെയിൽവേയിലെ ഒരു ബേസ് കൈൻഡ് ഓഫ് ജോബാണ്. മാത്രവുമല്ല റെയിൽവേയിൽ തന്നെ നടക്കുന്നതിൽ ഫിസിക്കൽ എഫിഷ്യൻസി വേണ്ടുന്ന ഒരു ജോലി കൂടിയാണ്. അപ്പോൾ ധാരാളം സംശയങ്ങളുണ്ടാവും ഈ ഫിസിക്കൽ എഫിഷ്യൻസി എന്തൊക്കെയാണെന്ന്. നമ്മൾ കരുതുന്ന പോലെ ഒരു യൂണിഫോംഡ് ഫോഴ്സിന്റെ അത്ര കഠിനമായ ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ഒന്നും ഇതില്ല. എന്നിരുന്നാലും ഇന്നത്തെ കാലഘട്ടത്തിൽ അധ്വാനം കുറച്ച് കുറവായതുകൊണ്ട് നല്ല തയ്യാറെടുപ്പുകൾ ഇപ്പോഴേ തുടങ്ങുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. കാരണം കുറച്ച് മാൻഡേറ്റുകൾ മസ്റ്റായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യമായിട്ട് ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻ എന്താണ് എന്നൊന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് പ്രധാനമായിട്ടും ഏത് റെയിൽവേ എക്സാമിനേഷൻ്റെ കൂട്ടും തുടങ്ങുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളൊരു എലിമിനേറ്റ് ചെയ്യുന്നു, കുറച്ചധികം കാൻഡിഡേറ്റിനെ എലിമിനേറ്റ് ചെയ്യുന്നു. എലിമിനേറ്റ് ചെയ്യപ്പെടാതെ പിടിച്ചു നിൽക്കുന്ന കാൻഡിഡേറ്റ്സിനെ ബാക്കി വരുന്നവരെ അടുത്ത എലിമിനേഷൻ പ്രോസസ്സിലേക്ക് പ്രിഫർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതിൻ്റെ പേരാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. അതായത് നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ സ്വഭാവം കൊണ്ടാണ് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടി വരുന്ന കുറച്ച് ശാരീരിക അധ്വാനമുള്ള ജോലികളായതുകൊണ്ട് തന്നെ കുറച്ച് ശാരീരികക്ഷമതയുള്ളവരെ മാത്രമേ ഈ ഒരു ജോലിക്ക് വേണ്ടി കൺസിഡർ ചെയ്യാനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു എഫിഷ്യൻസി ടെസ്റ്റ് മസ്റ്റായിട്ടും നിങ്ങൾ പാസ്സായിരിക്കണം. ഈ ഒരു ഘട്ടം കൂടി കടന്നു കഴിഞ്ഞാൽ അടുത്തത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നൊരു ഘട്ടമാണ്. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടുന്ന മതിയായ രേഖകൾ അവിടെ ഹാജരാക്കേണ്ടി വരും. അവിടെ നിങ്ങളുടെ ജാതി സർട്ടിഫിക്കറ്റ് വേണ്ടി വരും, നിങ്ങളുടെ അക്കാഡമിക് സർട്ടിഫിക്കറ്റുകൾ വേണ്ടി വരും. ഇനി അതുകൂടാതെ നിങ്ങളുടെ ഉയർന്ന യോഗ്യതയുണ്ടെങ്കിൽ അവയുടെയൊക്കെ സർട്ടിഫിക്കറ്റുകൾ അവിടെ ഹാജരാക്കേണ്ടി വരുന്നു. നിങ്ങളുടെ ആരോഗ്യപരമായിട്ട് ബാക്കിയുള്ള എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ റിക്വയർമെൻ്റ് ആയിട്ട് വരുന്നു അവ മുഴുവൻ അവിടെ കൊടുക്കേണ്ടി വരുന്നു. അടുത്തത് മെഡിക്കൽ എക്സാമിനേഷനാണ്. റെയിൽവേ ആയതുകൊണ്ട് തന്നെ റെയിൽവേക്ക് റെയിൽവേയുടേതായിട്ടുള്ളൊരു മെഡിക്കൽ സംവിധാനമുണ്ട്. ആ മെഡിക്കൽ സംവിധാനത്തിലൂടെ ആയിരിക്കും നിങ്ങളുടെ മെഡിക്കൽ എക്സാമിനേഷൻ നടക്കുന്നത്. അതായത് റെയിൽവേയുടെ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ മെഡിക്കൽ ഹോസ്പിറ്റലുകളായിരിക്കും ഇതിൽ പ്രിഫർ ചെയ്യുന്നത്. അത് റെയിൽവേയിൽ ഏതൊരു എംപ്ലോയി ആയി മാറിയാലും കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് കൂടിയാണ്. അതുകൂടി നിങ്ങൾ ഓർത്തിരിക്കുക. നിങ്ങൾ റെയിൽവേ എംപ്ലോയി ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ചികിത്സാപരമായ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ഒരു സെൻ്ററാണ് റെയിൽവേ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ. മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ഒരു വിപുലമായ ഒരു ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് തന്നെ റെയിൽവേക്ക് സ്വന്തമായിട്ടുണ്ട് എന്നുള്ളതും ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് കൂടിയാണ് നിങ്ങളൊരു ഗ്രൂപ്പ് ഡി എംപ്ലോയി മുതൽ റെയിൽവേയിലെ ഉയർന്ന റാങ്കുള്ള സിവിൽ സർവീസ് വഴി കിട്ടുന്ന എംപ്ലോയിക്കും കിട്ടുന്നത്. ആ ഒരു ബെനിഫിറ്റ് കൂടി നിങ്ങൾക്ക് ഇവിടെ നേടിയെടുക്കാം എന്നതൊരു വലിയ ഒരു സംഗതി തന്നെയാണ്. അപ്പോൾ ഇങ്ങനൊരു ബെനിഫിറ്റ് കൂടി കിട്ടുന്നുണ്ട്. ഇത്രയും ഘട്ടങ്ങൾ കടന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഗ്രൂപ്പ് ഡി ഉദ്യോഗാർത്ഥിയാകുക എന്ന ലക്ഷ്യം സാധ്യമാവുകയുള്ളൂ. നമുക്കറിയാം NTPC പോലുള്ള എക്സാമുകൾ മറ്റ് പല എക്സാമുകളും എഴുതി വരുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം CBT എക്സാം കടക്കാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് സാധ്യമാണ്. എന്നാൽ അതിനുശേഷമായി വരുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനെ എങ്ങനെ മറികടക്കും? ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ മെയിലിനും ഫീമെയിലിനും 2 മാനദണ്ഡങ്ങളാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ആദ്യമായിട്ട് മെയിലിൻ്റെ ക്രൈറ്റീരിയയാണ് പറയുന്നത്. 35 കിലോയോളം വെയിറ്റ് വരുന്ന ഒരു വെയിറ്റും എടുത്തുകൊണ്ട് നമ്മൾ ഏതാണ്ട് 100 മീറ്റർ 2 മിനിറ്റ് കൊണ്ട് ഒറ്റ ചാൻസിൽ ഇത് താഴെ വെക്കാതെ നടന്നെത്തണം എന്നുള്ളതാണ്. അടുത്തത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ലെവലാണ്. അതായത് നമ്മൾ പോലീസിലൊക്കെ കേരള PSCയിലും ബാക്കി എക്സാമുകളിലൊക്കെ ഉള്ളതുപോലെ അത്ര ഇല്ലെങ്കിലും ഒരു 1000 മീറ്റേഴ്സ്, അതായത് 1 കിലോമീറ്റർ 4 മിനിറ്റ് 15 സെക്കൻഡ് കൊണ്ട് ഓടിക്കയറണം. അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. നമ്മൾ എപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയില്ലെങ്കിൽ അവിടെ കിതയ്ക്കും. നമ്മൾ ഈ സമയം ഈ സെക്കൻഡ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അപ്പോഴും എന്ത് ചെയ്യുക, ഈ 4 മിനിറ്റ് 15 സെക്കൻഡ് എന്ന ഒരു തോത് വെക്കാതെ ഒരു 3 മിനിറ്റിൽ ഓടിക്കയറാനുള്ള സ്ട്രാറ്റജി സെറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് ഇപ്പോഴേ തയ്യാറെടുത്ത് തുടങ്ങുക. ഓട്ടം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓട്ടം കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റില്ല, എത്ര മാർക്ക് കിട്ടിയിട്ടും കാര്യമില്ല, നമ്മൾ പുറത്തു. അപ്പോൾ റിട്ടേൺ എക്സാമിനേഷൻ കൊണ്ട് മാത്രം കാര്യമില്ല, ഒപ്പം നമ്മൾ ഈ ഫിസിക്കൽ കൂടി കടന്നേ പറ്റൂ. അടുത്തത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്ന പരിപാടിയല്ല. ഇവിടെ ഈ ക്രൈറ്റീരിയകൾ കടന്നാൽ നിങ്ങൾക്ക് ജോലിയാണ്. അപ്പോൾ ആ ഒരു ധാരണ കൂടി വേണം. കേരള PSCയിലൊക്കെ കയറിയിട്ട് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വന്നാൽ ജോലിയാണ് എന്നൊരു ബോധം കൂടി നമുക്കുണ്ടാവണം. ഇതിനുവേണ്ടിയൊക്കെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ധാരാളം കാൻഡിഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഉള്ളത് കൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മാർക്ക്. മാത്രമല്ല 10ാം ക്ലാസ്സാണ് അടിസ്ഥാന യോഗ്യത എന്നതുകൊണ്ട് തന്നെ ഒരു വലിയ കേപ്പബിലിറ്റി ഉള്ള കാൻഡിഡേറ്റ്സ് കൂടി ഇത് എഴുതാൻ വരും. ഇനിയും അടുത്തതായിട്ട് നമുക്ക് മെയിലിൻ്റെ കാര്യം പറഞ്ഞു. ഇനി ഫീമെയിലിലേക്ക് പോകാം. ഫീമെയിലിലേക്ക് എത്തുമ്പോൾ ഇവിടെ 15 കിലോ കുറച്ചെടുത്താൽ മതി, 20 കിലോ മതി. 20 കിലോ ഭാരവുമായിട്ട് 100 മീറ്റർ 2 മിനിറ്റ് കൊണ്ട് നടന്നെത്തണം. ഒരു കാരണവശാലും ഈ വെയിറ്റ് താഴെ വെക്കാൻ പാടില്ല.
ഈ ഒരു സമയക്രമം പാലിക്കുക വേണം. 2 മിനിറ്റ് കൊണ്ട് 100 മീറ്റർ 20 കിലോ ഭാരവുമായിട്ട് നടക്കുക. അടുത്തതായിട്ട് ഓട്ടം തന്നെയാണ് ഇവർക്കുമുള്ളത്. പക്ഷേ ഇവിടെ സമയം മാറുന്നുണ്ട്. 1000 മീറ്റർ തന്നെയാണ്. പക്ഷേ 1 മിനിറ്റ് 40 സെക്കൻഡ് ഇവിടെ അധികം കിട്ടും. അതായത് 5 മിനിറ്റ് 40 സെക്കൻഡ് കൊണ്ട് ഇവിടെ ഓടിയെടുക്കുക. നിങ്ങൾ എവിടെയും സ്ത്രീകൾ എന്ത് ചെയ്യുക, ഓടിത്തുടങ്ങുക, ഓടി ഒരു പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. ഇനിയും ഇതിനു വേണ്ടി സമയം നോക്കിയിരിക്കേണ്ട. കാരണം റെയിൽവേയുടെ രീതികളാണ്. അതായത് ആദ്യത്തെ എക്സാം കഴിഞ്ഞ് ഒരു റാങ്ക് ലിസ്റ്റ് പ്രോസസ്സ് ചെയ്യുന്ന ആ ഒരു ടൈം മാത്രമേ നമുക്ക് ഇതിനെ കിട്ടുകയുള്ളൂ. ഓട്ടമൊന്നും പെട്ടെന്ന് ഇല്ലാതിരിക്കുന്ന ഒരാൾക്ക് ഓടിയെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. ഗ്രാജുവലി നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസ് ഓടാനുള്ള സ്കില്ല് ഉണ്ടാക്കിയെടുക്കുക. ആ ഗ്രാജുവലി കിട്ടുന്ന ആ സ്കില്ലിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ടൈം ബൗണ്ടിനകത്ത് ഓടിയെത്തുക എന്നുള്ളൊരു ലെവലിലേക്ക് എത്തണം. നിങ്ങൾ ഈ ഒരു കിലോമീറ്റർ നമുക്ക് നിർത്താതെ ഓടാൻ പറ്റും എന്നൊരു ലെവലിലേക്ക് എത്തുന്നതാണ് ആദ്യത്തെ ഒരു കടമ്പ. ഈ ഒരു ലെവലിൽ നിന്നുകൊണ്ട് ഈ സമയപരിധിയിലേക്ക് എത്തുക എന്ന് പറയുന്നത് രണ്ടാമത്തെ കടമ്പ. അപ്പോൾ ഈ സമയപരിധിയിലേക്ക് എത്തുമ്പോൾ തന്നെ അതിനകത്തൊരു വിഷയമുണ്ട്. സമയപരിധി വ്യത്യസ്ത ടെറൈനുകളിലൂടി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക. ഇപ്പോൾ നിങ്ങൾ ട്രെയിൻ ചെയ്യിക്കാനായിട്ട് വരുന്ന ടെറൈൻ ഏത് കാറ്റഗറി ഉള്ളതാണ്, കയറ്റമുള്ളതാണോ ഇറക്കമുള്ളതാണോ എന്നൊന്നും നമുക്ക് മുൻവിധി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വ്യത്യസ്ത ടെറൈനുകളിലൂടി ഈ ഒരു ലെവൽ പ്രാക്ടീസ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഓടുന്ന ടെറൈനിൽ ചിലപ്പോൾ കെററ്റോ ഇറക്കോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് വ്യത്യസ്തങ്ങളായിട്ടായിരിക്കും നമ്മളെ സ്വാധീനിക്കുന്നത്. ഇവയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് കൃത്യമായിട്ടൊരു വേ ഓഫ് എക്സസൈസ് ഉണ്ടാക്കിയെടുക്കുക. ഇത് നിങ്ങളെ മൊത്തത്തിൽ മാറ്റിയെടുക്കുന്നതിന് സഹായിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനിയും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെ ജസ്റ്റ് ഒരു സിലബസ് കൂടി ഒന്ന് ഡിസ്കസ് ചെയ്തേക്കാം. CBT 1-നെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും എക്സാം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 90 മിനിറ്റ് ആണ്. അതിൽ ജനറൽ സയൻസ് 25 ക്വസ്റ്റ്യൻസ് ആണ്, മാത്തമാറ്റിക്സ് 25 ക്വസ്റ്റ്യൻസ് ആണ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 30 ക്വസ്റ്റ്യൻസ് ആണ്, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 20 ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെ 100 ക്വസ്റ്റ്യനുകളും 90 മിനിറ്റുമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇത് സാധാരണ എല്ലാ എക്സാമിനേഷനും ഉള്ളതുപോലെ നെഗറ്റീവ് മാർക്ക് വരാതെ ബ്രില്യൻ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്തിയാൽ ഫസ്റ്റ് സ്റ്റേജ് കടന്നു. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത് ഈ ഫിസിക്കൽ എഫിഷ്യൻസിയുടെ കാര്യമാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരു എക്സാമിനേഷൻ നോക്കുന്നുവെങ്കിൽ ഇത് നമ്മുടെ ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമാക്കി എടുക്കുക. രാവിലെയോ വൈകിട്ടോ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സമയം പ്രിഫർ ചെയ്ത് നിങ്ങൾ വർക്കൗട്ട് തുടങ്ങുക. അപ്പോൾ ഓർക്കുക, RRB ഗ്രൂപ്പ് ഡിയുടെ നമ്മുടെ ലേണിംഗ് ത്രൂ എക്സ്പ്രസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. യൂട്യൂബിൽ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഗ്രൂപ്പ് ഡി ഓറിയൻറ്റഡ് ആയിട്ടാണ് പോകുന്നത്. വരുന്ന ആഴ്ച നമുക്ക് ക്ലാസ്സുകളുണ്ട്. 31/3/2025 റീസണിംഗ് ആണ്, 2/4/2025 മാത്സ് ആണ്, ബയോളജി ആണ് 4/4/2025. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. നമ്മൾ ഈ ക്ലാസ്സുകൾ മുടങ്ങാതെ കയറി കാണണം. കൃത്യമായിട്ട് നിങ്ങൾ ആ ക്ലാസ്സുകളെ സംബന്ധിച്ച് അഭിപ്രായം രേഖപ്പെടുത്തണം. ഒപ്പം തന്നെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയുടെ വേണം. കാരണം ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളുടെയൊക്കെ കരിയർ മാറ്റിമറിക്കുന്ന ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ നമ്മുടെ പഠനം ശരിയായ ദിശയിലാക്കി ഒരു ജീവിതമാണ് നമ്മളെ തേടിയെത്തുന്നത്. ഗ്രൂപ്പ് ഡി ഒരു ബിഗിനിങ് പോസ്റ്റാണ്. ഇതിൽ കയറിയാൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു കരിയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും പിന്നോട്ട് പോകരുത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ളതാവണം നമ്മുടെ സ്വപ്നം. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.